സർ നമസ്കാരം. നമസ്കാരം. സർ, ഈ സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി മോദിക്ക് 75 വയസ്സ് പൂർത്തിയാവുകയാണ്. അപ്പോ അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒട്ടേറെ പേരുണ്ട് എന്നുള്ളത് ഇന്നലെ ശിവസേന നേതാവ് സഞ്ജയ് റാവുത്തിന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ വ്യക്തമായി. അപ്പൊ തന്നെ ഫട്നാവിസ് മറുപടി കൊടുത്തു, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ പിൻഗാമിയെ കുറിച്ച് സംസാരിക്കില്ല. സത്യത്തിൽ നാഗ്പൂരിലെത്തിയ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഇത്തരം ഒരു ഇങ്ങനെ ഒരു അദ്ദേഹം എത്തിയതിന് പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടോ? അദ്ദേഹം വിരമിക്കുമോ? എന്താണ് അടുത്ത പ്ലാൻ? എന്തായാലും ഈ 75 വയസ്സ് എന്ന് പറയുന്നതിൽ കിടന്ന് കേരള രാഷ്ട്രീയമൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോ മോദി വിരമിക്കുമോ? RSSന്റെ ആസ്ഥാനത്തേക്ക് 11 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. അപ്പൊ ആ ചോദ്യം പറഞ്ഞതിൽ, അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് കണക്കുകൂട്ടാനും പറ്റുമോ? മോദിജി എന്തിനാണ് RSS ആസ്ഥാനത്ത് പോകുന്നത്? RSS ആസ്ഥാനത്തിൽ അതുപോലെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾ നടക്കുമ്പോൾ അദ്ദേഹം അവിടെ പോവാറുണ്ട്. അല്ലാത്ത സമയത്ത് RSSന്റെ ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാര്, ഇപ്പൊ സർസംഘചാലക് അടക്കമുള്ള ആൾക്കാര് മോദിജിയെ ഭാരതത്തിന്റെ പല സ്ഥാനത്ത് വെച്ച് കണ്ടുമുട്ടാറുണ്ട്, ചർച്ച നടത്താറുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ടെലിഫോണും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും പ്രതിപക്ഷം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം പ്രതിപക്ഷം ധരിച്ചിരിക്കുന്നത് മോദിജിയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ BJP ഇല്ല, BJP തീർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മോദിജി ഒന്ന് മാറിക്കിട്ടിയാൽ ഈ BJPയെ തകർത്ത് അധികാരം പിടിക്കാം എന്നാണ് പ്രതിപക്ഷം ധരിച്ചിരിക്കുന്നത്. പക്ഷേ BJPയുടെ ഘടന എന്താണ് എന്ന് മനസ്സിലാകാത്ത പാവം പ്രതിപക്ഷം ഇങ്ങനെയുള്ള ദിവാസ്വപ്നമൊക്കെ കണ്ടോട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ BJPക്കാരും കരുതുന്നത്. ഫട്നാവിസ് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയാണ്, നമ്മുടെ ഈ ചരിത്രം ഒന്ന് നോക്കിയാൽ, ഇപ്പോ ശരിക്കും പറഞ്ഞാൽ BJPയുടെ പഴയ ഒരു രൂപമുണ്ട്, ജനസംഘം. ആ ജനസംഘം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാലത്ത് ആരംഭിച്ചു. അതിനുശേഷം ബൽരാജ് മധോക് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഡോക്ടറും പ്രൊഫസറും ഒക്കെ ആയിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഡോക്ടർ ബൽരാജ് മധോക് വന്നു കഴിഞ്ഞപ്പോ അന്നത്തെ അദ്വാനിയും വാജ്പേയിയും കൂടെ ഒന്നിച്ചു കൂടിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ആയിരുന്നു, അത്ര ഗംഭീരനായിരുന്നു ബൽരാജ് മധോക്. അപ്പൊ പലരും പറഞ്ഞു ബൽരാജ് മധോക് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ വാജ്പേയി വന്നു, വാജ്പേയി കഴിഞ്ഞാൽ പിന്നെ അദ്വാനി വന്നു, വാജ്പേയിയും അദ്വാനിയും കഴിഞ്ഞാൽ പിന്നെ ഇത് തീർന്നു എന്ന് പലരും ധരിച്ചിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി വരുന്നത്. ആർക്കും അറിയില്ല, ആര് വരുമെന്ന് അറിയില്ലായിരുന്നു, പെട്ടെന്നാ വന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് നരേന്ദ്രമോദി ഒന്ന് മാറി കിട്ടിയാൽ BJP തീർന്നു കിട്ടും എന്നാണ്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള BJPക്കാർക്കറിയാം, നരേന്ദ്രമോദിക്കും ശേഷം അതിന്റെ ഒരു 7 തലമുറ ആൾക്കാരെ അതിന്റെ പിന്നിൽ ഇങ്ങനെ ലൈനായിട്ട് നിർത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി കഴിഞ്ഞാൽ ആര്, അദ്ദേഹം കഴിഞ്ഞാൽ ആര്, അദ്ദേഹം കഴിഞ്ഞാൽ ആര്, അങ്ങനെ ചോദിച്ചാൽ ഒരു 7 തലമുറ നേതാക്കന്മാര് ഇപ്പൊ BJPക്കകത്തുണ്ട്. അവരൊക്കെ നരേന്ദ്രമോദിയേക്കാൾ ഭയങ്കരന്മാരായിരിക്കും. അതായത് നരേന്ദ്രമോദിയേക്കാൾ വലിയ കരുത്തന്മാരായിരിക്കും. ലോക രാഷ്ട്രീയത്തെ കയ്യിലിട്ട് അമ്മാനമാടാൻ കഴിവുള്ളവരായിരിക്കും. ഇത്രയും സംവിധാനമുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ലോകത്തില്ല. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ്. അതുപോലെ തന്നെ അതുണ്ടായ കാലം മുതൽ ഇന്നു വരെയുള്ള ചരിത്രം നോക്കിയാൽ ഒരിക്കലും പിളരാത്ത പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ എത്ര പിളർന്നു, കോൺഗ്രസ് എത്ര പിളർന്നു, പിളരാത്ത ഒരു പാർട്ടിയില്ല. പക്ഷെ വ്യക്തി കുടുംബ താല്പര്യങ്ങളില്ല. നോക്കൂ, ഭാരതത്തിലെ കോൺഗ്രസ് പാർട്ടി അടക്കം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം എല്ലാ പാർട്ടികളും കുടുംബ പാർട്ടികളാണ്. എന്നാൽ കുടുംബ പാർട്ടി അല്ലാത്ത ഒരേ ഒരു പാർട്ടി, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കാരണം അതിന് ആദർശമുണ്ട്, അതിനൊരു കുടുംബത്തിന്റെ ചട്ടക്കൂടോ കെട്ടുപാടോ ആവശ്യമില്ല. അപ്പോൾ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ കർമ്മ പദ്ധതികൾ ധീരമായിട്ട് നടപ്പാക്കും. ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ വഖഫ് ബിൽ. വഖഫ് ബില്ല് വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് കൈകാര്യം ചെയ്യാനും ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരിനെ കൊണ്ട് തന്നെ ഭൂരിപക്ഷം ഉണ്ടാക്കി ആ നിയമം പാസ്സാക്കാനുമുള്ള ചങ്കൂറ്റം അത് BJPക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മഹാത്ഭുതം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതും ദിവാസ്വപ്നം കാണുന്നതും. അതിന് ഫട്നാവിസ് പറഞ്ഞ മറുപടി തന്നെയാണ് യഥാർത്ഥ മറുപടി. സർ, ഒന്ന് ചോദിക്കട്ടെ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഏറ്റവും മികച്ച രീതിയിലേക്ക് ഈ പറയുന്ന BJP വരുമ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അമിത്ഷാജിയും മോദിജിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ്. ഈ രണ്ട്
തന്ത്രജ്ഞർ തന്നെയാണ്, രാഷ്ട്രതന്ത്രജ്ഞർ തന്നെയാണ് ഇപ്പോൾ നിലവിൽ എന്താ പറയാ വലിയൊരു ഫേസ് എല്ലാവരുടെയും മുമ്പിൽ എടുത്ത് കാണിക്കാനുള്ള ഒരു മുഖമായിട്ട്, അതായത് ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുമ്പോൾ എടുത്തു കാണിക്കുന്ന ഫേസ് ആയിട്ട് നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ്. അതിപ്പോ രാഷ്ട്രീയ എതിർപ്പുള്ളവർക്ക് പോലും എന്താ പറയാ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ മോദി എത്തുമ്പോൾ അറിയാതെ നമ്മുടെ നട്ടെല്ല് നിവർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പലരും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ പറയുന്ന കൂട്ടുകെട്ട് ഇല്ലാതെയാകും എന്നുള്ളതാണ് ഈ പറയുന്ന, അതായത് മോദി വിരമിക്കുന്നു അല്ലെങ്കിൽ വിരമിക്കാൻ കാത്തിരിക്കുന്നവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് കഴിഞ്ഞാൽ പുതിയൊരു കൂട്ടുകെട്ട് വരുമ്പോൾ ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുമ്പോഴാണല്ലോ ശക്തമായ ഒരു ഭരണം വരുന്നത്. അപ്പോ അങ്ങനെ ഒരു പുതിയ കൂട്ടുകെട്ട് വന്നാൽ ഇത്രത്തോളം പവർഫുൾ തന്നെ ആയിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം BJPക്കും RSSനും ഉണ്ടോ? അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വാജ്പേയി അദ്വാനി കൂട്ടുകെട്ടിന് ശേഷം മോദി അമിത്ഷാ കൂട്ടുകെട്ട് വന്നത്. വാജ്പേയി അദ്വാനി കൂട്ടുകെട്ട് നിലനിൽക്കുന്ന കാലത്ത് മോദിയെ ആരും കേട്ടിട്ടില്ല, അമിത്ഷായെ ആരും കേട്ടിട്ടില്ല. ഇവർ രണ്ടുപേരും പൊടുന്നനെ രംഗത്തേക്ക് വരുന്നു, ഒരു വലിയ ശക്തി ദുർഗമായി മാറുന്നു. അവരെ ഓരോരോ സംസ്ഥാനങ്ങൾ കീഴടക്കുന്നു, ഇന്ത്യയുടെ ഭരണം പിടിക്കുന്നു, തുടർച്ചയായിട്ട് 3-ാം തവണ അധികാരത്തിലെത്തുന്നു, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ കരുത്ത് അതിശക്തമായി പ്രദർശിപ്പിക്കുന്നു. അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ഇന്ത്യയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ മധ്യസ്ഥനായിട്ട് ഇന്ത്യ വേണമെന്ന് പറയുന്നു. ഉക്രൈൻ റഷ്യ വിഷയത്തിൽ മധ്യസ്ഥനായിട്ട് ഇന്ത്യ വേണമെന്ന് പറയുന്നു. അങ്ങനെ ലോകത്തെ ഏതൊരു G20 അല്ലെങ്കിൽ G7 രാഷ്ട്രങ്ങളുടെ മീറ്റിംഗ് നടക്കുമ്പോഴും അവിടെ ശ്രദ്ധാകേന്ദ്രം, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് BJPയുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പക്ഷേ ഈ നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും ഒന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല എന്നുള്ളത് ഏവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നരേന്ദ്രമോദി അമിത്ഷായുടെ കാലഘട്ടത്തിന് ശേഷം അതിനേക്കാൾ അതിശക്തമായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ സമയമാകുമ്പോൾ പുറത്തെടുക്കും. അതെപ്പോൾ എന്ന് തീരുമാനിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പുറത്തുള്ളവർക്ക് സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അവരെന്ത് സ്വപ്നം വേണമെങ്കിൽ കണ്ടുകൊട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അതിലും കരുത്തരായിട്ടുള്ള പുതിയ നേതൃനിര അതിന്റെ സമയമാകുമ്പോൾ വരും. അതിന്റെ സമയം എപ്പോൾ എന്ന് തീരുമാനിക്കേണ്ടത് മറ്റു പാർട്ടികളല്ല, മറ്റു നേതാക്കന്മാരല്ല, അത് BJP തന്നെയാണ്. നന്ദി സർ. നമസ്കാരം.